ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നേച്ചേഴ്സ് വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മുട്ട കൊണ്ട് ചിക്കനൊന്നും ഇല്ലാതെ ഷവർമ ബോൾ തയ്യാറാക്കിയല്ലോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. എന്തായാലും വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ ബോൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടുനോക്കാം. ഇതിൻ്റെ ചെറിയ ജാർ എടുക്കുക, അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് 2-3 അല്ലി വെളുത്തുള്ളി ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് ഇനി നമുക്ക് വേണ്ടത് ഓയിലാണ്. കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ മയോണൈസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ ചേർത്ത മയോണൈസാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനെ മറ്റൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി അതോടൊപ്പം തന്നെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസൊക്കെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതും ഇല്ലാത്ത വെജിറ്റബിൾസും മാറ്റാം. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്കിനി കുരുവൊക്കെ മാറ്റിയിട്ട് ടൊമാറ്റോയുടെ തോട് ഭാഗങ്ങൾ മാത്രം ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇനി ഒരു 3-4 ബ്രെഡ് ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 4ഓളം ബ്രെഡാണ് എടുത്തിരിക്കുന്നത് ഒരു മുട്ടയ്ക്ക്. അപ്പോൾ നമുക്ക് ഒരു മുട്ടയ്ക്ക് ഒരു 4 ബ്രെഡിൻ്റെ ആവശ്യമാണ് വരുന്നത്. അപ്പോൾ അത് ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് പൊടിച്ച് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ സൈഡൊന്നും അങ്ങനെ കളഞ്ഞിട്ടില്ല. അപ്പോൾ സൈഡൊക്കെ നിങ്ങൾക്ക് കളയണമെങ്കിൽ കളയാവുന്നതാണ്. ഞാൻ ഇതുപോലെ അങ്ങ് പൊടിച്ച് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ അപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കിയിട്ട് ഉപ്പിൻ്റെ അളവൊന്ന് നോക്കുക, ചെറിയ തോതിലൊന്ന് ചേർത്ത് കൊടുക്കുക ആവശ്യമെങ്കിൽ മാത്രം. എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. ഞാനിതിപ്പോൾ ഒരു ബോൾ ഷേപ്പിലായിട്ടാണ് ആക്കിയെടുക്കുന്നത് ഇതുപോലെ. അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ബോൾ ഷേപ്പിലാക്കി എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ടിങ് ബ്രെഡ് ക്രംസ് മാത്രം മതിയാകും. നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട. അപ്പോൾ മുട്ടയോ മൈദയോ ഒന്നും തന്നെ ഇനി ആവശ്യമില്ല. ഇതുപോലെ ബ്രെഡ് ക്രംസിലോട്ട് കോട്ട് ചെയ്ത് എല്ലാം തന്നെ എടുത്ത് വയ്ക്കുക. അപ്പോൾ നല്ല രീതിയിലോട്ട് ഒന്ന് പൊതിഞ്ഞ് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് പാനിലോട്ട് ഓരോന്ന് വീതം ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇത് പൊടിഞ്ഞൊന്നും അങ്ങനെ പോകില്ല, നല്ല ടേസ്റ്റുമാണ്. നമ്മളിതിലോട്ട് ഇറച്ചി ചേർത്തില്ല എന്നുള്ള ആ ഒരു കുറവ് തന്നെ വരില്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനിതിപ്പോൾ ഇത്രയും ഒരു മുട്ടയ്ക്ക് ഒരു 10 ബോൾസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെങ്കിൽ അതനുസരിച്ച് മുട്ട എടുക്കുക, അതനുസരിച്ച് മയോണൈസ് തയ്യാറാക്കുക. അതുപോലെ തന്നെ അത് അനുസരിച്ചുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 4 ബ്രെഡാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പം ഒരു മുട്ടയും 4 ബ്രെഡും കൊണ്ട് നമുക്ക് അടിപൊളി, കുറച്ച് വലിപ്പമുള്ളതാണ് കേട്ടോ, തീരെ ചെറുതായിട്ടുള്ളതല്ല. ഒരു 10 ബോൾസ് നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. വേഗം തന്നെ മൊരിഞ്ഞ് കിട്ടും. ഇതിൽ പിന്നെ വേറെ ഒന്നും വേകാൻ അങ്ങനെയുള്ളതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടതാണ്ടേ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിലിതാ ചെറിയ രീതിയിൽ ടൊമാറ്റോയും സവാളയൊക്കെ ചെറിയ രീതിയിൽ പുറത്തായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. നല്ല ചൂടോട് കൂടി കഴിക്കാനും. ഞാനിതിപ്പോൾ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് സമയം മുന്നേ തയ്യാറാക്കി വെച്ചതാണ്. പക്ഷേ നോമ്പ് തുറക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അകത്ത് ഫില്ലിങ് നമുക്കിതാണ് മയണൈസിൻ്റെ ഫില്ലിങ് ആയത് കാരണം തന്നെ അടിപൊളി ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസും കൂട്ടി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ ആകമൊക്കെ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ്, വെറുതെ പറയുന്നതല്ല. ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞിരിപ്പുണ്ട്. പുറത്തായിട്ടുള്ള ഉള്ളികളൊക്കെയാണ് നല്ല മൊരിഞ്ഞിരിക്കുന്നത്. അകത്ത് എന്നാൽ നല്ല ടേസ്റ്റുമാണ്. കണ്ടു നോക്കുക.